ഒരു ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഗ്രാഫിൻ്റെ മിനിമൽ സ്പാനിങ് ട്രീ കാണാനായിട്ട് രണ്ട് പോപ്പുലർ അൽഗോരിതംസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ക്രൂസ്കൽസ് അൽഗോരിതം and the second one is Prim's algorithm. Both of the algorithm, the output of both of the algorithm will be same. That is, both of this method will find out the minimal spanning tree of a graph. So here we are going to study how the Prim's algorithm works. For that reason, for that purpose, we are taking a graph. നമ്മൾ ക്രൂസ്കൽസ് അൽഗോരിതം പഠിച്ചപ്പെടുത്ത സെയിം ഗ്രാഫ് തന്നെ ഞാൻ പ്രിംസ് അൽഗോരിതത്തിനും എടുക്കുകയാണ്. സോ ഐ വിൽ ഷോ യു ദ ഗ്രാഫ്. സപ്പോസ് ദാറ്റ് ദിസ് ഈസ് ദ ഗ്രാഫ് ഗിവൺ. ഹിയർ 3 vertices are there: A, E, B, C, D. It is a weighted graph. That means all the edges will have corresponding weight is there. If you are using the Prim's algorithm, how to find out the minimal spanning tree of the graph? അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മളുടെ കയ്യിൽ പ്രിംസ് അൽഗോരിതം വേണം. പ്രിംസ് അൽഗോരിതം നിങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം, പ്രിംസ് അൽഗോരിതത്തിനകത്ത് മെയിനായിട്ട് 4 പാരാമീറ്റേഴ്സാണുള്ളത്. ദാറ്റ് ഈസ്, ഇഫ് യു കോൾ ദ പ്രിംസ് അൽഗോരിതം, ദർ ആർ 4 പാരാമീറ്റേഴ്സ് ആർ ദെയർ: ഇ, കോസ്റ്റ്, എൻ, ടി. ക്യാപിറ്റൽ ലെറ്റർ ഇ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗ്രാഫിലുള്ള എല്ലാ എഡ്ജസിൻ്റെയും സെറ്റ്. അപ്പോൾ ഈ തന്ന ഗ്രാഫ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഗ്രാഫിൽ എത്ര എഡ്ജസ് ഉണ്ട്? എ, ബി എന്ന് പറഞ്ഞൊരു എഡ്ജുണ്ട്. ദ നെക്സ്റ്റ് എഡ്ജ് ഈസ് എ, സി, നെക്സ്റ്റ് എഡ്ജ് ഈസ് ബി, സി. അങ്ങനെ ഈ ഗ്രാഫിൽ തന്ന എല്ലാ എഡ്ജസിൻ്റെയും സെറ്റിനെയാണ് ക്യാപിറ്റൽ ലെറ്റർ ഇ എന്ന് പറയുന്നത്. സോ ദാറ്റ് വിൽ ബി യുവർ ഫസ്റ്റ് പാരാമീറ്റർ ടു പ്രിംസ് അൽഗോരിതം. സെക്കൻഡ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് അഡ്ജസൻസി മെട്രിക്സ് ആണ്. കോസ്റ്റ് അഡ്ജസൻസി മെട്രിക്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഗ്രാഫിൽ n വേർട്ടീസസ് ഉണ്ടെങ്കിൽ, അപ്പോൾ ഈ കേസിൽ ഈ എക്സാമ്പിളിൽ എൻ്റെ ഗ്രാഫിൽ 1 2 3 4 5 വേർട്ടീസസ്, n is equal to 5 for the above graph. അപ്പോൾ ഐ ഹാവ് ടു ക്രിയേറ്റ് എ 5 by 5 മെട്രിക്സ്. ഇതിനകത്തുള്ള എല്ലാ വേർട്ടക്സിൻ്റെയും പേര് റോ ആയിട്ടും കോളമായിട്ടും കൊടുക്കുക. ആൻഡ് യു ടേക്ക് ഇതിനകത്ത് യു വിൽ റൈറ്റ് ദ കറസ്പോണ്ടിങ് കോസ്റ്റ് ഓഫ് ദ എഡ്ജസ്. അപ്പോൾ ഇവിടുത്തെ എഡ്ജ് എന്ന് പറഞ്ഞാൽ ദിസ് എഡ്ജ് കറസ്പോണ്ട്സ് ടു 1 1. ഗ്രാഫിൽ 1 1 എന്ന് പറഞ്ഞൊരു എഡ്ജ് ഉണ്ടെങ്കിൽ യു ഹാവ് ടു റൈറ്റ് ഇറ്റ്സ് കോസ്റ്റ്, അതർവൈസ് യു റൈറ്റ് ദ ഇൻഫിനിറ്റി. അടുത്ത പൊസിഷൻ എന്ന് പറഞ്ഞാൽ 1 2 ആണ്. 1 2 എന്ന് പറഞ്ഞൊരു എഡ്ജ് അല്ലെങ്കിൽ 2 1 എന്ന് പറഞ്ഞൊരു എഡ്ജ് ഉണ്ടെങ്കിൽ ആ എഡ്ജിൻ്റെ കോസ്റ്റ് എഴുതുക. ദാറ്റ് ഈസ് എ സ്റ്റൈൽ ഓഫ് ക്രിയേറ്റിംഗ് ദ കോസ്റ്റ് അഡ്ജസൻസി മെട്രിക്സ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഈ എക്സാമ്പിളിൽ we have to create a cost adjacency matrix in which the row and column will be A, B, C, D. Not row, റോയുടെ പേര്. അഡ്ജസൻസി മെട്രിക്സ് നമ്മൾ വരയ്ക്കുമ്പോൾ എ, ബി, സി, ഡി, ഇ 5 വേർട്ടീസസ്, എ, ബി, സി, ഡി, ഇ. സോ യു ടേക്ക് ഈച്ച് കോമ്പിനേഷൻ. എ ടു എ എഡ്ജ് ഉണ്ടെങ്കിൽ എഴുതുക, ഇല്ലെങ്കിൽ അവിടെ ഇൻഫിനിറ്റി എഴുതുക. എ ടു ബി എഡ്ജ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എഴുതുക, എഡ്ജ് ഇല്ലെങ്കിൽ ഇൻഫിനിറ്റി എഴുതുക. ദിസ് ഈസ് ദ മീനിങ് ഓഫ് ദ കോസ്റ്റ് അഡ്ജസൻസി മെട്രിക്സ്. സോ ദിസ് ഈസ് ദ സെക്കൻഡ് പാരാമീറ്റർ ടു ദിസ് അൽഗോരിതം. ഇനി മൂന്നാമത്തെ പാരാമീറ്റർ എൻ ആണ്. എൻ ഇൻഡിക്കേറ്റ്സ് ഹൗ മെനി വേർട്ടീസസ് ആർ ദെയർ ഇൻസൈഡ് ദ ഗ്രാഫ്. ആൻഡ് ദ ലാസ്റ്റ് പാരാമീറ്റർ ഈസ് ടി. ടി എന്തിനാണെന്നറിയാം? ടി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗ്രാഫിൻ്റെ സ്പാനിങ് ട്രീ നമ്മൾ ടി എന്ന് പറഞ്ഞ ഒരു അറേ ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ അറേയിൽ ഓരോ റോയിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര റോസ് ആണോ നമ്മളുടെ സ്പാനിങ് ട്രീയിലുള്ളത്, എത്ര എഡ്ജസ് ആണോ നമ്മളുടെ മിനിമൽ സ്പാനിങ് ട്രീയിലുള്ളത്, ആ ഓരോ എഡ്ജും എഴുതാനാണ് ഓരോ റോ റെപ്രസെൻ്റ് ചെയ്യുന്നത്.
So we know that if n vertices are there, total n vertices are there inside the graph, the spanning tree will consist of n minus 1 edges. n vertices ഉള്ളൊരു ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ n minus 1 edges ആണ് അതിൻ്റെ സ്പാനിങ് ട്രീയിൽ അത്രയും എഡ്ജസ്സേ ഉണ്ടാകുള്ളൂ. അപ്പോൾ നമ്മളുടെ ഗ്രാഫിൽ ഇപ്പോൾ 5 ഈ തന്ന എക്സാമ്പിളിൽ 5 vertices ആണുള്ളത്. അപ്പോൾ whenever you draw the corresponding minimal spanning tree, 4 edges will be there. അപ്പോൾ ഓരോ റോയിലും ഓരോ എഡ്ജിൻ്റെ പേര് എഴുതും. ആൻഡ് കോളം റെപ്രസെൻറ്റ്, സോ ഇൻ ദിസ് എക്സാമ്പിൾ 1 2 3 4 4 എഡ്ജസ്സേ എൻ്റെ ഈ എക്സാമ്പിളിൽ മിനിമൽ സ്പാനിങ് ട്രീയിൽ കാണുള്ളൂ. റോ എന്ന് പറഞ്ഞാൽ എത്ര n vertices, ഹിയർ വി വിൽ ഡിനോട്ട് ദ n vertices ഓഫ് ഈച്ച് ഓഫ് ദ എഡ്ജ്. അപ്പോൾ 2 n vertices ആണ് എല്ലാ എഡ്ജസിനും ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് വേർട്ടെക്സിനെ 1ൻ്റെ അവിടെ എഴുതും, സെക്കൻഡ് വേർട്ടെക്സിനെ 2ൻ്റെ അവിടെ എഴുതും. സോ ദാറ്റ് ഈസ് ദ ലാസ്റ്റ് പാരാമീറ്റർ ഫോർ ദിസ് അൽഗോരിതം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അൽഗോരിതത്തിനകത്തേക്ക് നമ്മൾ കയറുമ്പോൾ നമുക്കറിയാം ഈ അൽഗോരിതം ഞാനിപ്പോൾ സിമ്പിൾ മാനറിൽ ഈ അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിൽ എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് ഈസ് വർക്കിംഗ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ whenever you have given a graph and if you want to find out the minimal spanning tree of that graph, the first step you have to do is you start with the least cost edge. അപ്പോൾ എൻ്റെ കയ്യിൽ ലീസ്റ്റ് കോസ്റ്റ് എഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ എഡ്ജസിൻ്റെയും കോസ്റ്റ് നോക്കുക. ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ എഡ്ജ് 1 ആണ്. ഇറ്റ് കറസ്പോണ്ട്സ് ടു ദ എഡ്ജ് എ ബി. ഓക്കെ, സോ ഐ എം ടേക്കിംഗ് എ ബി ആസ് മൈ ഫസ്റ്റ് എഡ്ജ്. ഐ എം ടേക്കിംഗ് ദ എഡ്ജ് എ ബി. എ അപ്പോൾ എ എന്ന് പറഞ്ഞ ഫസ്റ്റ് എഡ്ജ് എടുത്തു, ബി എന്ന് പറഞ്ഞ സെക്കൻഡ് എഡ്ജ് എടുത്തു. എൻ്റെ ഫസ്റ്റ് എഡ്ജ് എൻ്റെ മിനിമൽ സ്പാനിങ് ട്രീയിൽ ക്കുള്ള ഫസ്റ്റ് എഡ്ജാണ് ഈ ലോവസ്റ്റ് കോസ്റ്റ് എഡ്ജ്. അപ്പോൾ എൻ്റെ സ്പാനിങ് ട്രീയിലെ മിനിമൽ സ്പാനിങ് ട്രീയിലെ ഫസ്റ്റ് എഡ്ജ് ഓൾറെഡി ഒരു എഡ്ജ് ആയിട്ടുണ്ട്. അപ്പോൾ എവിടേക്ക് അപ്ഡേറ്റ് ചെയ്യണം? ടി എന്ന് പറഞ്ഞ അറേ സെറ്റ് ചെയ്ത് വെക്കുക. 2 കോളംസ് ഉണ്ട്, 1 2 3 4, 4 എഡ്ജസ് ഉണ്ട്, 4 എഡ്ജസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് എഡ്ജ് ഇപ്പോൾ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എഡ്ജിൻ്റെ പേരെന്ന് പറഞ്ഞാൽ എ ബി. ഓക്കെ, മിനിമം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളിനെ അകത്തേക്കാണ്. ആദ്യം അത് 0 ആയിരുന്നു. ഓരോ എഡ്ജും എടുക്കുന്നതനുസരിച്ച് എടുത്ത എഡ്ജിൻ്റെ കോസ്റ്റ് വെച്ച് മിനിമം കോസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുക. സോ ഈ കേസിൽ 1 ആയിട്ട് അപ്ഡേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ 2 വേർട്ടീസസ് ഉണ്ട്. സ്പാനിങ് ട്രീയിൽ എ എന്ന് പറഞ്ഞൊരു വേർട്ടെക്സ് ഉണ്ട്, ബി എന്ന് പറഞ്ഞൊരു വേർട്ടെക്സ് ഉണ്ട്. യു ഹാവ് ടു ചെക്ക് ഹൗ മെനി വേർട്ടീസസ് ആർ ഇൻസിഡൻറ്റ് ഓൺ എ അതർ ദാൻ എ ബി. എ ബീനെ ഇനി കൺസിഡർ ചെയ്യേണ്ട, നമ്മൾ സ്പാനിങ് ട്രീയിൽ കൺസിഡർ ചെയ്ത എഡ്ജ് ഇനി കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എടുത്ത എഡ്ജ് അല്ലാതെ ഇനി എയിലേക്ക് എത്ര എഡ്ജസ് ഇൻസിഡൻ്റ് ആയിട്ടുണ്ട്. ഇവിടെ എയിലേക്ക് എ ഇ എന്ന് പറഞ്ഞൊരു എഡ്ജ് വന്നിട്ടുണ്ട്, അതിൻ്റെ കോസ്റ്റ് 5 ആണ്. എ സി എന്ന് പറഞ്ഞൊരു എഡ്ജുണ്ട്, അതിൻ്റെ കോസ്റ്റ് 7 ആണ്. ദെൻ എ ബി ഡി എന്ന് പറഞ്ഞ എഡ്ജുണ്ട്, ഇറ്റ്സ് കോസ്റ്റ് ഈസ് 10. അപ്പോൾ എയിലേക്ക് ഇൻസിഡൻ്റ് ആയിട്ടുള്ള 3 എഡ്ജസാണ് എടുക്കാത്തതുള്ളത്. ആ എഡ്ജിൻ്റെ കോസ്റ്റാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇൻ ദ സെയിം മാനർ നെക്സ്റ്റ് യു ഹാവ് ടു കൺസിഡർ ദ എഡ്ജ് ബി, വേർട്ടെക്സ് ബി. ഇനി അടുത്തത് ബി എന്ന് പറഞ്ഞ വേർട്ടെക്സ് കൺസിഡർ ചെയ്യുക. ബിയിലേക്ക് ഇൻസിഡൻ്റ് ആയിട്ടുള്ള എഡ്ജസിൽ ഒരെണ്ണം ഇയാളുണ്ട്, ഇയാളുണ്ട്. എ ബി ഈസ് ഓൾറെഡി ടേക്കൺ, സോ വി ആർ നോട്ട് കൺസിഡറിങ് എ ബി. ഇനി ബിയിലേക്ക് വന്നിട്ടുള്ള എഡ്ജ് ബി സി ആണ്, ഇറ്റ്സ് കോസ്റ്റ് ഈസ് 3. സോ നൗ വി ഹാവ് ടു മേക്ക് എ കമ്പാരിസൺ ഓൺ ദ വെയ്റ്റ്. ഇപ്പോൾ നമ്മൾ കയ്യിലുള്ള വേർട്ടെക്സിലേക്ക് ഇൻസിഡൻ്റ് ആയിട്ടുള്ള എടുക്കാത്ത എഡ്ജസിനെ കൺസിഡർ ചെയ്യുക. അതിലാരാണ് ഏറ്റവും ചെറുത് എന്ന് നോക്കുക. അപ്പോൾ ഈ കേസിൽ ഏറ്റവും ചെറുതെന്ന് പറയണത് വിച്ച് ഈസ് ദാറ്റ് എഡ്ജ് ദാറ്റ് കറസ്പോണ്ട്, ഈ എഡ്ജാണ് ഇപ്പോൾ എടുത്തതിൽ ഏറ്റവും ചെറുത്. അപ്പോൾ ദാറ്റ് വിൽ ബി യുവർ നെക്സ്റ്റ് എഡ്ജ് ടു ദ സ്പാനിങ് ട്രീ. മിനിമൽ സ്പാനിങ് ട്രീയിലെ നെക്സ്റ്റ് എഡ്ജ് ബി സി, ഇറ്റ്സ് കോസ്റ്റ് ഈസ് 3. അപ്പോൾ ഈ എഡ്ജിനെ എവിടെ ആഡ് ചെയ്യണം? ബി സി എന്ന് പറഞ്ഞ് നമ്മുടെ ടിയിലേക്ക് ഓരോ എഡ്ജ് എടുക്കുമ്പോഴും അത് ടിയിൽ ആഡ് ചെയ്യുക. മിനിമം കോസ്റ്റിലേക്ക് 0 + 1 + 3, ദാറ്റ് ഇസ് എ വാല്യൂ ഓഫ് ദ മിനിമം കോസ്റ്റ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ കയ്യിൽ 3 എഡ്ജസ് ഉണ്ട്, സ്പാനിങ് ട്രീയിൽ 3 വേർട്ടീസസ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. ആ 3 വേർട്ടീസസ് ഒന്നും കൂടി ലിസ്റ്റ് ഔട്ട് ചെയ്യുക. സോ ദ വേർട്ടീസസ് ആർ A is there, B is there, C is there.
നൗ സ്റ്റാർട്ട് ദ സെയിം പ്രൊസീജിയർ. എയിലേക്ക് ഇൻസിഡൻ്റ് ആയിട്ടുള്ള എടുക്കാത്ത എഡ്ജസ് എ ഇ ഉണ്ട്, കോസ്റ്റ് ഈസ് 5. എ ഡി ഉണ്ട്, കോസ്റ്റ് ഈസ് 10. എ സി ഉണ്ട്, കോസ്റ്റ് ഈസ് 7. ബിയിലേക്ക് ഇനി എടുക്കാത്ത എഡ്ജസ് ഒന്നും ഇൻസിഡൻ്റ് ആയിട്ടില്ല, സോ വി ആർ നോട്ട് കൺസിഡറിങ് ദ വേർട്ടെക്സ് ബി. When we consider C, AC is there, its cost is 7. Then BC, which is already taken, so we are not considering. Then CD is there, its cost is 4. അപ്പോൾ ഇത്രയും എഡ്ജസ് മാത്രമേ ഇനി നമ്മുടെ കയ്യിൽ എടുത്തിട്ടുള്ള വേർട്ടീസസിലേക്ക് ഇൻസിഡൻ്റ് ആയിട്ടുള്ളൂ. അതായത് എ ബി സി 3 വേർട്ടെക്സ് സ്പാനിങ് ട്രീയിൽ ഇപ്പോൾ ഉണ്ട്. അവരിൽ ഇൻസിഡൻ്റ് ആയിട്ടുള്ള ഓരോ എഡ്ജസും എടുക്കാത്ത ഓരോ എഡ്ജസിനെയും നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തു. ഇതിൽ മിനിമം 1 ഏതാണെന്ന് ചെക്ക് ചെയ്യുക. ദ മിനിമം 1 ഈസ് 4, ദാറ്റ് കറസ്പോണ്ട്സ് ടു സി ഡി. സോ ദിസ് വിൽ ബി യുവർ നെക്സ്റ്റ് എഡ്ജ് സി ഡി. സ്പാനിങ് ട്രീയിലേക്ക് ആഡ് ചെയ്യുക. സി ഡി ഇവിടെ അപ്ഡേറ്റ് ചെയ്യുക. സി ഡിയുടെ കോസ്റ്റ് ആയിട്ടുള്ള 4 മിനിമം കോസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുക. ഇനി ഈ പ്രൊസീജിയർ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. നെക്സ്റ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇനി നമ്മളുടെ കയ്യിലുള്ള എഡ്ജസ് എന്ന് പറയുന്നത് എ ബി സി ഡി. സോ യു ഹാവ് ടു കൺസിഡർ ഓൾ ദ 4 vertices which are there in the spanning tree. സ്പാനിങ് ട്രീയിൽ ഇപ്പോൾ ഉള്ള ആ വേർട്ടീസസിനെ മൊത്തം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. കൺസിഡർ ചെയ്യുമ്പോൾ വരുന്നത് എ ഉണ്ട്. എയിലേക്ക് ഇൻസിഡൻ്റ് ആയിട്ടുള്ള വേർട്ടെക്സ് എന്ന് പറഞ്ഞാൽ സോ എ ഈസ് ദയർ. ഇനി എയിലേക്ക് എടുക്കാത്ത ഇൻസിഡൻ്റ് ആയിട്ടുള്ള എഡ്ജസ് എ സി ഈസ് ദയർ, കോസ്റ്റ് ഈസ് 7. എ ഡി ഈസ് ദയർ, ഇറ്റ്സ് കോസ്റ്റ് ഈസ് 10. എ ഇ ഈസ് ദയർ, ഇറ്റ്സ് കോസ്റ്റ് ഈസ് 5. ഇനി ബിയുമായിട്ട് ബിയിൽ ആരും എടുക്കാത്ത എഡ്ജസ് ഇല്ല. സിയിൽ ഇൻസിഡൻ്റ് ആയിട്ട് ഉള്ള എടുക്കാത്ത എഡ്ജസ് എന്ന് പറഞ്ഞാൽ സി എ സി ഉണ്ട്, ഇറ്റ്സ് കോസ്റ്റ് ഈസ് 7. ദെൻ ബാക്കി എഡ്ജസ് ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഡിയിലേക്ക് ഇൻസിഡൻ്റ് ആയിട്ടുള്ള എടുക്കാത്ത എഡ്ജ് എന്ന് പറഞ്ഞാൽ ഡി ഇ ഉണ്ട്, ഇറ്റ്സ് കോസ്റ്റ് ഈസ് 2. ദെൻ ഡി എ ഉണ്ട്, കോസ്റ്റ് ഈസ് 10. ദെൻ ഡി സി ഈസ് ഓൾറെഡി സെലക്റ്റഡ്. അപ്പോൾ ഇത്ര എഡ്ജസ്സേ നമുക്ക് ഇനി കയ്യിലുള്ള വേർട്ടീസസിൽ ഇൻസിഡൻ്റ് ആയിട്ടുള്ള എടുക്കാത്ത എഡ്ജസ് ഉള്ളൂ. സോ ദ നെക്സ്റ്റ് എഡ്ജ് വി വിൽ ചൂസ് വിൽ ബി ദ ലീസ്റ്റ് കോസ്റ്റ് എഡ്ജ്, ദാറ്റ് ഈസ് ഡി ഇ വിത്ത് കോസ്റ്റ് 2. അപ്പോൾ ഡി ഇ എന്ന് പറഞ്ഞ ആ ഒരു എഡ്ജും കൂടെ ആഡ് ചെയ്യുക. സോ ദിസ് വിൽ ബി ദ നെക്സ്റ്റ് വൺ, ഡി ഇ. അതിൻ്റെ കോസ്റ്റ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യുക. സോ നൗ യു ഗോട്ട് ദ മിനിമൽ സ്പാനിങ് ട്രീ യൂസിങ് ദ പ്രിംസ് അൽഗോരിതം. അപ്പോൾ ഇതാണ് പ്രിംസ് അൽഗോരിതത്തിൻ്റെ എക്സാമ്പിൾ. ഈ രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. ഇനി നമുക്ക് അൽഗോരിതത്തിലേക്ക് കയറാം.